CPM ക്രിമിനൽ അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തി. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ശുപാർശ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് അംഗീകരിച്ചു. 7 വർഷത്തിനുള്ളിൽ 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സാഹചര്യത്തിലാണ് ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തുന്നത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, ഈ അർജുൻ ആയങ്കി നടത്തിയ കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ഇതിനു മുൻപേ തന്നെ കാപ്പ ചുമത്തേണ്ടതായിരുന്നു. പക്ഷേ ആയങ്കിക്ക് പൂർണ്ണ സംരക്ഷണം ഒരുക്കിയ ഒരു സർക്കാരുണ്ടായിരുന്നു. ആ സർക്കാർ പോയി, UDF സർക്കാർ വന്നു. അർജുൻ ആയങ്കിക്കെതിരെ കർശനമായ നടപടി വന്നിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ. നീലിമ, ഈ അർജുൻ ആയങ്കി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ മോശമായി പറഞ്ഞു, ഫേസ്ബുക്കിലൂടെ അവഹേളിച്ചു എന്ന പരാതിയിന്മേൽ അർജുൻ ആയങ്കി അറസ്റ്റിലായ ഘട്ടം മുതൽ തന്നെ ഇയാൾക്കെതിരെ കാപ്പ ചുമത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നു. ഇതിന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഒരു റിപ്പോർട്ട് കണ്ണൂർ ജില്ലാ കളക്ടർക്ക് നൽകുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ അംഗീകരിച്ചുകൊണ്ട് കാപ്പ ചുമത്താൻ ഉത്തരവ് ആയിരിക്കുന്നത്. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അർജുൻ ആയങ്കി എന്ന് പറഞ്ഞു ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഇയാൾ സമൂഹത്തിന് ഭീഷണിയാണെന്നും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതി ജാമ്യം ലഭിച്ചാൽ തുടർന്നും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും ഈ കാപ്പ ഉത്തരവിൽ പറയുന്നുണ്ട്. ഏതായാലും ഇയാളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന് മുൻപാകെ ഹാജരാക്കണമെന്ന് ആവശ്യമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഈ കളക്ടർ ഉത്തരവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും വളരെ നിർണായകമായ സംഭവം തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആയങ്കിയെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്യുമെന്നടക്കമുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഏതായാലും ഒടുവിൽ കണ്ണൂർ ജില്ലാ കളക്ടർ തന്നെ കാപ്പ ചുമത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഇയാളെ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന് മുമ്പാകെ ഹാജരാക്കണമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഒന്നുകിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക, അല്ലെങ്കിൽ ജില്ല വിട്ട് അല്ലെങ്കിൽ ജില്ലയ്ക്ക് പുറത്തേക്ക് ഇയാളെ നാട് കടത്തുക എന്നൊരു 2 ഓപ്ഷനുകളാണ് സാധാരണഗതിയിൽ ഈ കാപ്പ കേസുകളിൽ ഉണ്ടാകാറുള്ളത്. നീലിമ. ശരി മിഥുൻ, അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തിയിരിക്കുകയാണ്.